വിട്ടുവരുന്നവർക്ക് ഈ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാർട്ടിയിലെ ആളുകളെയൊക്കെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നത് തുല്യം. ഞങ്ങൾ അങ്ങനെ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചില്ല. ഇവിടെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചില്ല. ഞങ്ങളുടെ സീറ്റുകളെ ഒന്നും തീരുമാനിച്ചില്ലല്ലോ. ശശി ചർച്ച നടത്തി സുരേഷ് അല്ല, അവർ വരുന്നെങ്കിൽ നല്ല കാര്യമാണ്. പി കെ ശശി വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും, ഒരു സംശയം വേണ്ട. സുരേഷ് വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇനിയും പലരും വരും. സീറ്റ് കൊടുത്തു സീറ്റ് കൊടുക്കുകയില്ല എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല, തീരുമാനിക്കാത്ത പറയുന്നുണ്ടല്ലോ. അല്ല, അത് വരട്ടെ, എതിർക്കാൻ പാടില്ല. അത് വരട്ടെ. വർഷങ്ങളായി ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമാവില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ? CPM-കാരെ മുഴുവൻ ഈ പാർട്ടിയിലേക്ക് എടുത്തു വെച്ചാൽ. അല്ല, അവരോടുള്ള സ്നേഹത്തിന് നന്ദി. അല്ല, പി കെ ശശി കോൺഗ്രസിൽ ചേർന്നെന്ന് ആരാ പറഞ്ഞേ? CPM-നോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുകയായിരിക്കും. എന്താ നിലപാടെന്ന് വരട്ടെ, നോക്കാം നമുക്ക്. അല്ല, ഒരു കാലഘട്ടത്തിൽ പി കെ ശശി ഏറ്റവും കൂടുതൽ എതിർത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അയാളെ ഈ പി കെ ശശിയെ പോലുള്ള ആളെയൊക്കെ തന്നെ വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ നേരത്തെ ഒരു തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത്? ഞാൻ കെ വി തോമസിനെ എത്രമാത്രം എതിർത്ത CPM? ഇപ്പം അവിടെ മുഖ്യമന്ത്രി തൊട്ടടുത്തിരിക്കാൻ പോലും മറ്റുള്ളവർക്ക് അവസരമില്ലായിരിക്കല്ലേ? CPM-ന്റെ അതേ നിലപാടാണോ കോൺഗ്രസ്? അല്ല, അത് വേറെ കാര്യം. അത് ഞങ്ങൾ ആലോചിച്ചാണ്. പി കെ ശശി ഒരു നിലപാടെടുത്ത് ഇതുവരെ വന്നിട്ടില്ലല്ലോ, എന്നിട്ട് സംസാരിക്കാം.